ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ഷൂട്ടിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം. ഇന്നത്തെ നമ്മുടെ ഡോറയുടെ ലുക്ക് കാണിച്ചു തരാവേ. എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഡോറയുടെ ലുക്ക്. നമ്മുടെ കൂടെ നമ്മുടെ സൺഡേ ഗബ്രൂട്ടനും പ്രിൻസും എല്ലാം ഉണ്ട്. നാസി വണ്ടി ഒതുക്കാൻ വേണ്ടി പോയിരിക്കുക. അവിടെ അമ്പലത്തിനടുത്ത് വണ്ടി ഒതുക്കാൻ വേണ്ടി പോയിരിക്കും. നമ്മുടെ ഫേവറേറ്റ് ലൊക്കേഷൻ കേട്ടോ ഈ മാടന്നട ക്ഷേത്രത്തിലോട്ടുള്ള റോഡ്. ദേണ്ട നമ്മുടെ ഡോറ. നമ്മുടെ ഇന്നത്തെ ഡോറയുടെ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട് ഡോറയുടെ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഡോറയുടെ ലുക്ക്? അതെ, ഞാൻ ബാക്ക് ക്യാം എടുത്ത് കാണിക്കാം. ഭയങ്കര വെയിൽ. ആ സൈഡിൽ നിന്ന് കിട്ടത്തില്ല, ഈ സൈഡിൽ നിന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡോറയുടെ ലുക്ക്. ഡോറയേക്കാളും വലിയൊരു ബാഗ് ആക്കിയതല്ല, സത്യം പറഞ്ഞതാ. നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു സ്ഥലം കേട്ടോ ഇത് എവിടെയാണെന്നുള്ളത്. ഇത് നമ്മുടെ മാടന്നട ക്ഷേത്രം. ഇത് കൊല്ലം മൈനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളിയിൽ വെട്ടിക്കാട് ക്ഷേത്രത്തിനടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാടന്നട ക്ഷേത്രം. കണ്ടില്ലേ, അടിച്ചു വീഴ്ത്തിയ സ്ഥലവും എന്നെ അടിച്ചു വീഴ്ത്തിയതും പിന്നെ നിങ്ങളുടെ ക്ലൈമാക്സിനൊക്കെ എടുത്ത സ്ഥലമാണ്. കാടല്ല കൈ കൊണ്ട് കാണിച്ചു കൊടുക്ക്. അത് ഗബ്രൂട്ടൻ അവിടെ ഇരുന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. മൈക്ക് ഇവിടെ. ശരിയാ, മൈക്ക് അവിടെയാ. നാസിമാമദാ നടന്നു വരുന്നു. മക്കള് അവിടെ ഇരിക്കുന്നു. നമ്മുടെ ഈ സിനിമയിലെ ഈ ഷോർട്ട് ഫിലിമിലെ വില്ലനും കഴിഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായകനാണ് ആ വരുന്നത്. അതിന്റെ ഒരു അഹങ്കാരമൊന്നും എനിക്കില്ല. ഇതാണ് നമ്മുടെ താമരപ്പാടം. കണ്ടില്ലേ, പിങ്ക് താമരയായിട്ട് പിടിക്കുന്നത്. ഇഷ്ടം പോലെ മുട്ട് ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഇഷ്ടം പോലെ മുട്ട് നിൽപ്പുണ്ട് ഇവിടെ പിടിച്ചുണ്ടാ. പിന്നെ വിരിഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഇവിടെ മൊത്തം താമര. പക്ഷെ ഇത് എനിക്ക് ഒന്ന് പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കെല്ലാം താമര മുട്ട ഇപ്പോൾ ഉണ്ട്. അതിനിടയ്ക്കെല്ലാം ഉണ്ട് കേട്ടോ, അതിനിടയ്ക്കെല്ലാം ഉണ്ട്.